മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല. യുദ്ധം വിനാശകരമാണ്. അത് ദാരിദ്ര്യവും ദുരന്തങ്ങളുമാണ് മനുഷ്യരാശിക്ക് സമ്മാനിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ട്രംപ് സൈക്കോപാത്ത് സമ്മതിക്കുന്നു. ചില അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ വിലയിരുത്തുമ്പോൾ അങ്ങനെ തോന്നാം. പക്ഷേ ട്രംപ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ്. അപ്പുറത്ത് നിൽക്കുന്ന കൊമേനി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയല്ല. 89 മത നേതാക്കൾ, അതായത് മതപുരോഹിതന്മാരുടെ ഉയർന്ന സമിതി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കൊമേനി. അദ്ദേഹത്തിൻ്റെ ഭരണം നമ്മൾ വിലയിരുത്തപ്പെടുമ്പോൾ ഒരു മുടിയിഴ കണ്ടു എന്നു, അതായത് പർദ്ദ ധരിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു മുടിയിഴ പുറത്ത് കണ്ടു എന്നതിൻ്റെ പേരിൽ അവിടുത്തെ നാഷണൽ ഗാർഡ് പോലീസ്, മത പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും വാനിലിട്ട് തന്നെ ആ സ്ത്രീയെ അവശയാക്കുകയും കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. അല്പം കഴിഞ്ഞ 2009 വരുമ്പോൾ എന്ത് സംഭവിച്ചു? 2024 വരുമ്പോൾ 2009 ഈ സംഭവം. 2024 വരുമ്പോൾ ഹിജാബും പർദ്ദയും ധരിച്ചു വന്ന് പറഞ്ഞ് സ്ത്രീകളെ വേട്ടയാടി. സ്ത്രീകൾ ഹിജാബും പർദ്ദയും ഒക്കെ കത്തിച്ചു. അതിൻ്റെ പേരിൽ 10,000-ത്തിലധികം സ്ത്രീകളെ കൊന്നൊടുക്കിയതായിട്ടാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അവിടെ ദാരിദ്ര്യവും വിലക്കയറ്റവും ഒക്കെ കൂടിയതിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രക്ഷോഭം അവിടെ നടന്നു. ആ പ്രക്ഷോഭത്തിലും 10,000-കണക്കിന് ആൾക്കാരെ കൊല്ലുകയും 1,00,000-ഓളം പേരെ ജയിലിലാക്കിയെന്നും പറയുന്നു. ഇപ്പോൾ രണ്ടു കൂട്ടരും സൈക്കോപാത്തുകൾ തന്നെയാണ്. ഒന്ന് മതത്തിലൂടെ, മറ്റൊന്ന് വേറെ കാര്യത്തിലൂടെ. അതായത് മൊത്തം സാമ്രാജ്യത്വ കോപ്പറേറ്റീവ് താല്പര്യങ്ങളാണ്. സാറ് പറഞ്ഞത് സുന്നികളെയും ഷിയകളെയും, ആദ്യം സുന്നികളെ ഇല്ലാതാക്കുക, ഷിയകളെ അടുത്തില്ലാതാക്കുക എന്നുള്ളതാണ് സാമ്രാജ്യത്വത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു. അതിനോട് എനിക്കൊട്ട് യോജിപ്പില്ല. നാം കാണുന്നത് ഇവർ തമ്മിലടിച്ച് ലിബിയയിലും ഒക്കെ തമ്മിലടിച്ച് ഇവർ തമ്മിൽ അഭയം കൊടുക്കുന്നത് ഈ പാശ്ചാത്യ രാജ്യങ്ങളാണ്. ഇവർക്ക് തന്നെ അഭയം കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ ഓടിപ്പോകുന്നത് കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെയാണ്. പക്ഷേ അതേ സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ചൈനയോ റഷ്യയോ നിങ്ങളിങ്ങനെ 10 പേര് വരും, ഞങ്ങൾ നിങ്ങളെ സ്വീകരിച്ചോളാം എന്നൊന്നും വരെ പറഞ്ഞിട്ടില്ല. അവർക്ക് അങ്ങോട്ട് പോകാനും താല്പര്യമില്ല. അപ്പോൾ അവർക്ക് അഭയം കൊടുക്കുന്നവർ തന്നെ അവരെ കൊന്നൊടുക്കുക എന്ന് പറയുന്നതിനോട് എത്രത്തോളം യോജിപ്പുണ്ട്? ഇതുവരെ അവിടെ നടന്നൊരു 3-4 യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധങ്ങളിലൊക്കെ അവർ കടൽ മാർഗവും ബോട്ട് മാർഗവും ചാവണമെങ്കിൽ ചാകട്ടെ എന്ന് പറഞ്ഞ് ഓടി എത്തുന്നത് ഈ പറയുന്ന ഇല്ലാതാക്കാവുന്ന രാജ്യമാണ്. അവരാണ് അഭയം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചൈനയോ റഷ്യയോ തിരിഞ്ഞു പോലും നോക്കില്ല. ഒരു പുറംകാലം കൊണ്ട് അവരെ ചവിട്ടി തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, ഈ അമേരിക്കയുടെ നയങ്ങളൊന്നും നമുക്ക് യോജിക്കാനാവില്ല. ഒരു പരമാധികാര രാഷ്ട്രത്തിലേക്ക് കടന്നു കയറുക, അവരുടെ അവിടെ സുരക്ഷത ഇല്ലാതാക്കുക, അവിടെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ യുദ്ധം പ്രഖ്യാപിക്കുക, ഇതൊക്കെ ഏകാധിപത്യം തന്നെ സാധാരണ സൈക്കോപാത്തിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. പക്ഷേ എന്നാലും മറുവശവും ആ നിലപാടുകളാണ് എടുക്കുന്നത്. എന്നാൽ സാറ് പറഞ്ഞു ഒരു യുദ്ധം ഇപ്പോൾ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ട് പെട്ടെന്ന് ഒരു കാര്യം കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു. ജനീവയിൽ അടുത്ത 3-ാം വട്ടം ചർച്ച നടക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. 4-ാം വട്ടം 3 വട്ടം ചർച്ച നടത്തി. 3 വട്ടം ചർച്ച നടത്തിയപ്പോഴും ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണത്തിന് പുറകോട്ടില്ല എന്ന് ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്നു. തൽക്കാലം വേണമെങ്കിൽ നിർത്തിവെക്കാം, ഇതിൽ ഞങ്ങൾ തമ്മിൽ യോജിക്കാം എന്ന് പറഞ്ഞാണ് എന്നുള്ള തീരുമാനത്തിൽ നടത്തിയത്. ഇപ്പോൾ 4-ാം വട്ടം ചർച്ച ജനീവയിൽ നടത്താൻ വേണ്ടി ഇരിക്കുമ്പോൾ സമയത്ത് ആണവ പരിശോധന ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നു 10% മാത്രമേ ഊർജാവശ്യങ്ങൾക്കും മനുഷ്യർ നന്മയ്ക്കും വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ആവശ്യപ്പെടുന്നു. ഇറാൻ 60% വരെ എത്തിയിരിക്കുകയാണ്. ഇവരുടെ ഉദ്ദേശം ആണവായുധം ഉണ്ടാക്കുക തന്നെയാണ്. ഇവർ ആണവായുധം ഉണ്ടാക്കിയാൽ ഒരു
ഒരു ചിന്തയുമില്ലാതെ ഇവർ പ്രയോഗിക്കുന്ന സ്വഭാവം ഇവരിലുണ്ട്. ഇവരിങ്ങനെ അതുകൊണ്ട് ഇവർ തടയേണ്ടതുണ്ട്. ഞങ്ങളുടെ ആണവപരിശോധന ഏജൻസിക്ക് ഇപ്പോൾ പുതിയ ഒരു യുറേനിയം സംസ്കരണ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. അവിടെ പരിശോധിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇഫാസിൽ അനുവദിച്ചിട്ടില്ല. വേറെ 3-4 മാത്രമേ ഞങ്ങൾ അനുവദിച്ചിട്ടുള്ളൂ. അവിടെ കൂടെ ഞങ്ങളെ ഇതിന് അനുവദിക്കണം എന്ന് പറയുന്നു. അതുകൊണ്ടൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ഏജൻസിയുടെ പരിശോധനാ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. അവർ പുറത്തു വന്നില്ല. 3 മാസത്തിലൊരിക്കൽ കൊടുത്ത യോഗത്തിന് വേണ്ടി അവരുടെ റിപ്പോർട്ട് അതിലെ ബോർഡംഗങ്ങൾക്ക് കൈമാറി. അത് അമേരിക്കയ്ക്ക് കിട്ടിയതിനാൽ ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇവരെ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ എന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് അങ്ങനെ മറ്റൊരു ലോബിയുടെ മറ്റൊരു പ്രശ്നമല്ല. കൃത്യമായി അങ്ങനെ അല്ല എന്ന് ആ പരിശോധന ഏജൻസി പറഞ്ഞിട്ടില്ല. അപ്പോൾ യുദ്ധത്തിൻ്റെ പുറകിലെ ഒരു കാരണമുണ്ട്. അതുപോലെ മറുവശത്തും മനുഷ്യാവകാശ അവസരങ്ങൾ അവിടെ ഉണ്ട്. എന്തായാലും യുദ്ധം ആരായാലും നമുക്ക് അംഗീകരിക്കപ്പെടാൻ പറ്റില്ല. ഈ ചർച്ചകളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും നമ്മൾ ഈ പ്രശ്നം അവസാനിപ്പിക്കുക തന്നെ വേണം. ഇതൊക്കെ ചെയ്യേണ്ട ഐക്യരാഷ്ട്രസഭ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്. ഇത് ഒരു ചരിത്രത്തിൻ്റെ ആവശ്യമാണ്. അത് ചരിത്രമായി നടന്നോളും എന്നൊക്കെ പറയുന്നതിനോട്ട് യോജിക്കാൻ പറ്റില്ല. പിന്നോട്ട് സാർ പറഞ്ഞേ സാർ നോക്കാം സാറേ, മനുഷ്യരെ കൊന്നൊടുക്കുന്നതും മനുഷ്യർ യുദ്ധവുമൊക്കെ ഒരു ചരിത്ര നിയോഗമാണ്. ഇതങ്ങനെ നടന്നോളും എന്ന് പറയുന്നത് മറ്റൊരു കാഠിന്യമായൊരു ഹൃദയത്തിൽ നിന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതൊരു ചരിത്രമായൊരു ആവശ്യമാണെങ്കിൽ പോലും അങ്ങനെ അവതരിപ്പിക്കാനോ പറയാനോ പാടില്ല. മനുഷ്യർ ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും ഇതൊക്കെ അവസാനിപ്പിക്കുകയും ഇതിനു വേണ്ടിയുള്ള ചിന്തകളാണ് ഉയർന്നു വരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അതുകൊണ്ട് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം. മനുഷ്യൻ്റെ ദുരന്തങ്ങൾക്ക് ഒരു അറുതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതിലേക്ക് വേണം ചർച്ച ചെയ്യാൻ. അല്ലാതെ ചരിത്രത്തിൻ്റെ ആവശ്യമാണ്, നടക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നതിനോട് ആ വിയോജിപ്പോടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്.